ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ. ധനികനായ മനുഷ്യൻ. ഒരു അധികാരി അവനോട് ചോദിച്ചു, നല്ലവനായ ഗുരുവേ, നിത്യജീവൻ അവകാശമാകുവാൻ ഞാൻ എന്തു ചെയ്യണം? യേശു പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. അത് കേട്ട് യേശു പറഞ്ഞു, ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു, കാരണം അവൻ വലിയ ധനികനായിരുന്നു. യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം! ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. ഇത് കേട്ടവർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കുവാൻ ആർക്ക് കഴിയും? അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പത്രോസ് പറഞ്ഞു, ഇതാ, ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവദിച്ചു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിലാർക്കും ഇക്കാലത്ത് തന്നെ അവ അനേകം മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിക്ക് സ്തുതി. ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ധനികനായ മനുഷ്യൻ്റെ ഉപമകളിലൂടെയാണ്. നല്ലവനാകണമെങ്കിൽ നാം എന്തു ചെയ്യണമെന്ന് ഈശോയോട് ചോദിച്ചപ്പോൾ ഈശോ പറയുന്ന വാക്കുകളാണ്, നിനക്കുള്ളതെല്ലാം നീ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പാവപ്പെട്ടവർക്ക് കൊടുക്കുക, എന്നിട്ട് നീ എന്നെ അനുഗമിക്കുക. നമ്മുടെ സ്വത്തുക്കളും നാം ആഗ്രഹിച്ചുണ്ടാക്കിയതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒട്ടകം സൂചിക്കുഴയിൽ കൂടി കടക്കുന്നതിനേക്കാൾ എത്രയോ ബുദ്ധിമുട്ടാണ് നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. യേശുവിൻ്റെ മക്കളായ നമുക്ക് ഇന്നത്തെ ഈ തിരുവചന ഭാഗം ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒരുപാട് ചിന്തിക്കുവാനുള്ള ഒരു വിഷയമാണ്. നമ്മുടെ ഭൂമിയിൽ നാം സ്വത്തുക്കളോ പണമോ എല്ലാം ഉണ്ടായിരുന്നാലും, എന്തൊക്കെ ഭൂമിയിൽ നമുക്ക് നല്ല നല്ല സ്ഥാനമാനങ്ങൾ നേടിയാലും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെ. ഈ വചനത്തിലൂടെ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ ധനികനായ ആ മനുഷ്യൻ്റെ ഉപമകളിലൂടെ നമുക്ക് ധ്യാനിക്കാം. നല്ലവരായി ജീവിക്കുവാൻ, ഈശോയോടൊപ്പം ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമീൻ.